ഹായ് മക്കളെ, നമ്മൾ ഇന്ന് ഒരു മീൻകറിയാണ് വെക്കാൻ പോകുന്നത്. അപ്പം നിങ്ങൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പം നമ്മളിവിടെ ഗ്യാസ് കത്തിക്കാൻ പോവുകയാണ്. നമ്മളിവിടെ ഗ്യാസ് കത്തിച്ചു, ചട്ടി വെച്ച് നമ്മൾ മീൻ ചട്ടിക്കകത്താണ് വെക്കുന്നത്. അപ്പം ഇനി നമ്മൾ എണ്ണ ഒഴിക്കുന്നു. എണ്ണ ഒഴിക്കുന്നു. ഇനി നമ്മൾ ഇതിലേക്ക് കടുകിടുന്നു. ഇപ്പം നമ്മൾ കടുകിട്ടു. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്ന സാധനങ്ങൾ ആദ്യമേ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, കുരുമുളക് പൊടി, ചുവന്നുള്ളിയാണ് നമ്മൾ ചേർക്കുന്നത്. ഇഷ്ടമുള്ളതുപോലെ ചേർക്കാം. അപ്പം നമ്മളിപ്പോൾ കടുകിട്ടു. നമ്മളിതിലേക്ക് ഇഞ്ചി, പച്ചമുളകും ചുവന്നുള്ളി ഇടുവാണ്. ഒരു 3 പച്ചമുളക് ഇട്ടാൽ മതി, എരിവ് ഒരുപാട് വേണ്ട. നന്നായിട്ട് ചുമന്ന് വരും. കറിവേപ്പില നമുക്ക് ഈ കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ ചുമക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഉപ്പുകല്ല് കല്ല് കൊടുക്കണം. അപ്പോൾ ഉള്ളി, ഇഞ്ചി, പച്ചമുളകും വെളുത്തുള്ളി എല്ലാം നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി നമുക്ക് ആവശ്യമുള്ളത് ഇട്ടാൽ മതി. ഒരുപാട് വെളുത്തുള്ളി ഇടണ്ട, ചൊവ ഉണ്ടാവും ഒത്തിരി. മീൻകറിയാകുമ്പോൾ കുറച്ച് വെളുത്തുള്ളി മതി. ഇത് നമ്മൾ നല്ലോണം മൂട്ടി പിടിക്കാതെ, ചട്ടി ആയതുകൊണ്ട് ഒത്തിരി തീയും കത്തിക്കാൻ പാടില്ല, മൂട്ടി പിടിക്കാതെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇത് ഒരുവിധം ചുവന്ന് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് മല്ലിപ്പൊടി,
അപ്പം നമ്മൾ ആവശ്യത്തിന് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. മല്ലിപ്പൊടി ഇട്ടു. ഇനി ഇതിലേക്ക് നമ്മൾ മുളക് പൊടി ഇട്ട്, ആവശ്യത്തിന് എരിവ് അനുസരിച്ച് മുളക് പൊടി ഇട്ടാൽ മതി. നമ്മളിപ്പോൾ 1 കിലോ മീൻ എടുത്തിട്ടുണ്ട്, അപ്പോൾ അതനുസരിച്ചാണ് മുളക് പൊടി ഇടുന്നത്. മഞ്ഞൾപ്പൊടി, ഉപ്പ് എല്ലാം ചേർക്കണം. ലേശം കുരുമുളക് പൊടി. കൊച്ചു പിള്ളേർക്കൊക്കെ കൊടുക്കാനുള്ളതുകൊണ്ട് കുരുമുളക് പൊടി ഒത്തിരി ചേർക്കണം. ഇനി നമ്മൾ ചേർക്കുന്നത് ഈ പുളി നമ്മൾ കഴുകി വെള്ളത്തിലിട്ടിരുന്ന പുളിയാണ്. അപ്പോൾ ഈ വെള്ളത്തോടു കൂടി നമുക്ക് ഈ പുളിവെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി കുറച്ച് ഉപ്പും കൂടി നമ്മൾ എല്ലാ കൂട്ടവും ഇതിലേക്ക് ചേർത്ത് ഇപ്പം നമ്മുടെ അരപ്പ് നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി നമ്മൾ പുളിവെള്ളം ഒഴിച്ചു കൊടുത്ത് ഇനി പാകത്തിന് വെള്ളം ചേർക്കാം. നമ്മൾ ഇതിലേക്ക് അത്യാവശ്യം പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പം നമ്മുടെ അരപ്പ് ഇപ്പോൾ ഒരുവിധം നന്നായിട്ട് ആയിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് മീൻ ഇടുക. അപ്പോൾ നമ്മളിതിലേക്ക് നല്ല മുറിച്ച് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ നിരത്തി കൊടുക്കുകയാണ്. എരിവ് നമുക്ക് പാകത്തിന് ചേർത്താൽ മതി. മക്കൾക്കൊക്കെ കൊടുക്കാനുള്ളപ്പോൾ ഒത്തിരി എരിവ് ചേർക്കണമെന്നില്ല. ലേശം വെള്ളവും കൂടി ചേർത്ത് വെക്കാം. നമ്മൾ മീൻകറി അടച്ചു വെച്ചിട്ട് വേവിക്കും. നമ്മുടെ മീൻകറി അപ്പോൾ ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി ആർക്കെങ്കിലും ഇതുപോലെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒരു മെസ്സേജ് ഇട്ടാൽ മതി. അത് ഞാൻ ശരിയാക്കാം.